വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിനിടയിൽ ചെളിയിൽ പുതഞ്ഞ് നിരവധി ജീവനുകൾ കിടപ്പുണ്ട്. എന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ്. ജീവന് വേണ്ടി ഒരു പിടിവള്ളി കാത്തിരിക്കുകയാണ് ചെളിയിൽ പുതഞ്ഞ് ഒരാൾ. എന്നാൽ രക്ഷാപ്രവർത്തകർക്ക് എങ്ങോട്ടും എത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് താനും. മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ടു പോയതിനാൽ ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ടില്ല. ഒരു ഭാഗത്ത് മലവെള്ളപ്പാച്ചിൽ ശക്തമായി തുടരുന്നതും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാവുകയാണ്. ശരീരത്തിന്റെ പകുതിയോളം ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന നിലയിലാണ് ഒരു മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷപ്പെടുത്താൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അടുത്തേക്കാർക്കും എത്താനാകുന്നില്ല. നടക്കുന്ന ഈ ദൃശ്യങ്ങൾ കൽപ്പറ്റ MLA ടി സിദ്ദിഖ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. നരകതുല്യമാണ് ഇവിടത്തെ അവസ്ഥയെന്നാണ് MLA പറയുന്നത്. സ്ഥലത്തേക്ക് NDRF സംഘം രക്ഷാപ്രവർത്തകരും എത്തിയിട്ടുണ്ട്. താൽക്കാലിക പാലം നിർമ്മിച്ചാൽ മാത്രമേ അതിവേഗത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുകയുള്ളൂ. ഉരുൾപൊട്ടലിനെ തുടർന്ന് ചൂരൽമല മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും ഇവിടേക്ക് ആളുകൾക്ക് എത്താനാകുന്നില്ല എന്നും പഞ്ചായത്ത് മെമ്പർ CK നൂറുദ്ദീൻ പറയുന്നു. നിരവധി വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണിപ്പോൾ ചെളിയും മണ്ണും കല്ലും നിറഞ്ഞിരിക്കുന്നത്. തീർത്തും നിസ്സഹായാവസ്ഥയിലാണ് നാട്ടുകാർ. ഇതിനിടയിലാണ് ഒരാൾ കുടുങ്ങിക്കൊടുക്കുന്നത്. പ്രദേശത്തുള്ളവർ ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മഴ തുടരുന്നതും മലവെള്ളപ്പാച്ചിൽ തുടരുന്നതും തടസ്സമായിരിക്കുകയാണ്. പാറക്കെട്ടിൽ പിടിച്ചു നിൽക്കാൻ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. മേപ്പടി മുണ്ടക്കൈ സർക്കാർ UP സ്കൂളിന് സമീപത്താണ് ഒരാൾ കുടുങ്ങിക്കിടക്കുന്നത്. അതിനിടെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്ത ഭൂമിയായി മാറിയ വയനാട്ടിൽ നിന്ന് ഒരു ആശ്വാസ വാർത്തയും എത്തിയിരുന്നു. ചൂരൽമലയിൽ തകർന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി. മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല എന്നിവിടങ്ങളിലാണ് ഇന്ന് രാവിലെ 2 മണിയോടെ ദുരന്തമുണ്ടായത്. മരിച്ചവരിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നു. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുകയാണെന്നാണ് ദൗത്യസംഘം വ്യക്തമാക്കിയത്. മുണ്ടക്കൈ ട്രീ വാലി റിസോർട്ടിൽ നാട്ടുകാരായ 100-ലധികം പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. കുടുങ്ങിയവരിൽ വിദേശികളും ഉൾപ്പെടുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ദുരന്തബാധിത മേഖലയിലേക്ക് സൈന്യം എത്തുന്നു. കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അതേസമയം ഒറ്റ രാത്രി കണ്ട് ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി എന്ന് പറയാം. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ മാറുന്നുവെന്നാണ് സൂചനകൾ. നടുക്കുന്ന ദൃശ്യങ്ങളാണ് ചൂരൽമലയിൽ നിന്നും പുറത്തു വരുന്നത്. ജില്ലയിലെ ഉൾപ്രദേശമായ മുണ്ടക്കൈയിലാണ് ചൊവ്വാഴ്ച പുലർച്ചെയോടെ ദുരന്തം വിതച്ച വൻ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന പലരും കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ പെട്ടു. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കും മുൻപേ പലരും വെള്ളത്തിലും ചെളിയിലും മുങ്ങി. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മുണ്ടക്കൈയിലെ വൻ ദുരന്തത്തിന്റെ വ്യാപ്തി പുറംലോകം അറിയുന്നത്. രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ എത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കേണ്ട അവസ്ഥയിലായി. 400-ലേറെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമമാണ് ഇല്ലാതായത്. അതുകൊണ്ട് തന്നെ കേരളം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. നേരം ഇരുട്ടി വെളുത്തപ്പോൾ പല വീടുകളും തകർന്ന് തരിപ്പണമായ നിലയിൽ. പ്രദേശത്തെ പല കുടുംബങ്ങളെയും ഇപ്പോഴും കാണാനില്ല എന്നും ഇവരെ ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. മുണ്ടക്കൈ എന്ന ഗ്രാമത്തെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്ന പാലം പൂർണ്ണമായും തകർന്നതോടെ ഗ്രാമത്തിൽ എത്തിപ്പെടുന്നത് ഇപ്പോഴും വെല്ലുവിളിയായി തുടരുകയാണ്. ഇതിനോടൊപ്പം മലവെള്ളപ്പാച്ചിലും മഴയും തുടരുന്നതും രക്ഷാദൗത്യം ദുഷ്കരമാക്കുന്നു. ഒട്ടേറെ കുടുംബങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം ഇത് വൈകുമെന്നാണ് സൂചന.